നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇരട്ടയാർ ഉപ്പുകണ്ടത്ത് ശവസംസ്കാര ചടങ്ങിനെത്തിയവർക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട വാഹനം പാഞ്ഞുകയറി ഒരാൾ മരിച്ചത് ഉപ്പുകണ്ടം സ്വദേശി നെല്ലംപുഴയിൽ സ്കറിയ. നെടുങ്കണ്ടം തിങ്കൾക്കാട്ടിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. വാഗമൺ വട്ടപ്പതാലിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന വയോധികയ്ക്ക് 1.5 ലക്ഷം രൂപയുടെ വൈദ്യുതി ബിൽ. ഭീമമായ തുക ലഭിച്ചതിൽ വൈദ്യുതി വകുപ്പ് പീരുമേട് സെക്ഷനിൽ വിശദീകരണമടക്കം പരാതി നൽകിയെങ്കിലും നടപടിയില്ല. ഇതിനിടെ 15 ദിവസങ്ങൾക്ക് മുൻപ് വയോധികയുടെ വീടിന്റെ വൈദ്യുതിയും വിച്ഛേദിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗലത്ത് പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നു. പുതിയ പാലം നിർമ്മിക്കുന്നത് നിലവിലെ പാലം നിലനിർത്തി 9 മീറ്റർ താഴ്ഭാഗത്തായി 214 മീറ്റർ നീളവും 13 മീറ്റർ വീതിയും 5 സ്പാനുകളുമായി. പാലത്തിനായി വേണ്ടുന്ന തൂണുകളുടെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നു. അയൽവാസി വീട് നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്തതോടെ വീട് അപകടാവസ്ഥയിലായതായി പരാതി. അപകടാവസ്ഥയിലായത് സേനാപതി സ്വദേശി ചൂരക്കുഴിയിൽ മഞ്ജു ജോസഫിന്റെ വീട്. സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ഇടപെടൽ നടത്താതെ അധികൃതർ തങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുന്നതായും കുടുംബം. വിശദമായ വാർത്തകളിലേക്ക്. ഇരട്ടയാർ ഉപ്പുകണ്ടത്ത് ശവസംസ്കാര ചടങ്ങിനെത്തിയവർക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട വാഹനം പാഞ്ഞു കയറി ഒരാൾ മരിച്ചു. ഉപ്പുകണ്ടം സ്വദേശി നെല്ലംപുഴയിൽ സ്കറിയയാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇരട്ടയാർ ഉപ്പുകണ്ടം കൊറ്റുനിക്കൽ മറിയക്കുട്ടിയുടെ സംസ്കാര ചടങ്ങിന് എത്തിയവർക്കിടയിലേക്കാണ് വാഹനം പാഞ്ഞുകയറിയത്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടിയായിരുന്നു അപകടം. മുകളിൽ നിന്നും ഇറങ്ങി വരുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൊലേറോ സ്കറിയയുടെ ശരീരത്തുകൂടി കയറിയിറങ്ങി. തുടർന്ന് സമീപത്തു നിന്നിരുന്ന ആംബുലൻസ് ഡ്രൈവർ തറപ്പേൽ നിതിനെ ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ ചൂരക്കാട്ട് ജോർജ് കുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട്. മൂവരെയും ഉടൻ തന്നെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും സ്കറിയയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കൊറ്റനിയിൽ മറിയക്കുട്ടിയുടെ ശവസംസ്കാര കർമ്മങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ വീടിന് മുൻവശത്തുള്ള റോഡിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നു നിന്ന ആളുകൾക്ക് ഇടയിലൂടെ ഒരു ബൊലേറോ വണ്ടി നിയന്ത്രണം നഷ്ടപ്പെട്ട് പാഞ്ഞു കയറുകയും അതിൽ ഒരാൾ മരണമടയുകയും 2 പേര് പരിക്കേറ്റ കട്ടപ്പന സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ കഴിയുകയുമാണ്. നെല്ലമ്പുഴയിൽ സ്കറിയ എന്ന ആളാണ് മരണപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ വാഹനം ഇടിച്ചിട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മേത്തൂടി വാഹനം കയറി ഒരു 100 മീറ്ററോളം വലിച്ചുകൊണ്ട് പോവുകയാണ്. സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് വീടിനോട് ചേർന്ന റോഡരികിൽ നിന്നവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. മൃതദേഹം വഹിക്കാനെത്തിയ ആംബുലൻസിന്റെ ഡ്രൈവറാണ് നിതിന് തലയ്ക്കും കൈകാലുകൾക്കുമാണ് പരിക്കേറ്റത്. മരണ വീട്ടിലെ തന്നെ വാഹനമാണ് അപകടത്തിനിടയാക്കിയത്. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നെടുങ്കണ്ടം തിങ്കൾക്കാട്ടിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. നെടുങ്കണ്ടം മഞ്ഞപ്പെട്ടി കുഴിപ്പിൽ ടോമാണ് മരിച്ചത്. എതിർദിശയിലെത്തിയ സ്വകാര്യ ബസ്സിൽ ഇടിക്കാതെ വെട്ടിച്ചു മാറ്റുന്നതിനിടെ നിയന്ത്രണം നഷ്ടമായി ബൈക്ക് റോഡിൽ മറിഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ടോം വീട്ടിലെത്തി തിരികെ മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. വാഗമൺ വട്ടപ്പതാലിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന വയോധികയ്ക്ക് 1.5 ലക്ഷം രൂപയുടെ വൈദ്യുതി ബിൽ. ഭീമമായ തുക ലഭിച്ചതിൽ വൈദ്യുതി വകുപ്പ് പീരുമേട് സെക്ഷനിൽ വിശദീകരണമടക്കം പരാതി നൽകിയെങ്കിലും വയോധികയ്ക്ക് സഹായമായ നടപടി ഉണ്ടായില്ല. ഇതിനിടെ 15 ദിവസങ്ങൾക്ക് മുൻപ് വയോധികയുടെ വീടിന്റെ വൈദ്യുതി വിച്ഛേദിച്ചാണ് വകുപ്പ് ഇതിനോട് പ്രതികരിച്ചത്. വാഗമൺ വട്ടപ്പതാൽ കുരുവിള വീട്ടിൽ അന്നമ്മയ്ക്കാണ് 49,710 രൂപയുടെ വൈദ്യുതി ബിൽ കഴിഞ്ഞ മാസം 15-ാം തീയതി ലഭിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ച അന്നമ്മ കൂലിപ്പണിക്കും മറ്റും പോയാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ആരോഗ്യസ്ഥിതി മോശമായതിനാൽ കൂലിപ്പണിക്കും പോകുന്നില്ല. മുൻപ് 200 മുതൽ 400 രൂപ വരെയായിരുന്നു വൈദ്യുതി ബിൽ ലഭിച്ചിരുന്നത്. കുറച്ചുനാൾ മുൻപ് ഇടിമിന്നലിൽ വീടിന്റെ വൈദ്യുതി മീറ്റർ കേടായിരുന്നു. വൈദ്യുതി വകുപ്പിൽ അറിയിച്ചതിനെ തുടർന്ന് ഇത് പിന്നീട് മാറ്റിവെക്കുകയും ചെയ്തു. ഭീമമായ വൈദ്യുതി ബിൽ വന്നതിനു ശേഷം ഇത് സംബന്ധിച്ച് അന്നമ്മ പീരുമേട് സെക്ഷൻ ഓഫീസിൽ പരാതിയും നൽകി. എന്നാൽ നടപടി ഉണ്ടായില്ല. വീണ്ടും പരാതി നൽകിയ സമയത്ത് വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ് ഉണ്ടായതെന്ന് അന്നമ്മ പറയുന്നു. പടവട വീട് മൊത്തം കിടന്ന് കുടുങ്ങി. ഞങ്ങൾ പേടിച്ചു, ഇവിടെ നിന്ന് തീ പോലെയൊക്കെ വരുമല്ലോ. അങ്ങനെ സംഭവിച്ചതാ. അപ്പൊ എനിക്കറിയത്തില്ലല്ലോ, മീറ്റർ പെട്ടി വരയായിട്ട് കിടന്നു. അപ്പം നമ്പർ വീഴത്തില്ല. അങ്ങനെ ആയപ്പോൾ എൻ്റെ കറണ്ട് ബില്ല് വന്നപ്പോൾ 46,000 മേലിലായിരുന്നു പറഞ്ഞു ബില്ല് വന്നു. വിദ്യ വന്നപ്പോൾ ഞാൻ ഇത്രയും ആകുകയില്ല, നമ്മളങ്ങനെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞത് പറ്റത്തില്ല,
ഇത് ഞാൻ അടയ്ക്കണോ അല്ലെ ആരാ അടയ്ക്കുന്നത് പറയുന്നവർ അടയ്ക്കും. ഇവിടെ ലൈന സാർ എന്ന് പറഞ്ഞാൽ അയ്യോ നിങ്ങൾ പാവാ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടെന്ന് എടുക്കുന്നതിനാണ് അവരെ വഴക്ക് പറയുക. ഇരിക്കുന്ന ആപ്പയും നമ്മൾ എന്നാൽ അവരടയ്ക്കട്ടെ അത് ഞാൻ അടയ്ക്കണോ എന്നൊക്കെ വഴക്ക് പറയുക. ബില്ല് ആദ്യം 285 വന്നത്. അത് കഴിഞ്ഞ് 300, 350, 400, 450 ഒരിക്കലും കൂടിയിട്ടില്ല. ഇപ്പം വന്നാൽ ഇങ്ങനെ വന്നാൽ ഒറ്റ മാസം അടയ്ക്കാതെ എടുത്തുമില്ല ബില്ല്. കറണ്ട് ബില്ല് ഞാൻ എങ്ങനെ അടയ്ക്കാതിരിക്കും? പോത്തുപാറ ഒരു ബില്ലും കൊണ്ട് ഞാൻ പോത്തുപാറ പോയി അടച്ചിട്ട് വരും. ചിലപ്പോൾ കുടിശ്ശിക അവിടെ കൂടുതൽ ഇട്ടിട്ട് എനിക്ക് ബില്ല് കുറഞ്ഞു വന്നിട്ടുണ്ട്. പാമ്പനാട്ടിൽ നിന്ന് ഒരാൾ വന്ന് എഴുതിയ അയാൾ പറഞ്ഞ് മീറ്റർ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെ അയാൾ എഴുതി വെച്ചിട്ട് പോയത്. അത് കഴിഞ്ഞപ്പോഴാണ് കംപ്ലൈൻറ്റ് പറഞ്ഞ് ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയത്. അന്ന് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കും 4-5 പ്രാവശ്യം നടന്നു. ഞാൻ മടുത്ത് പോത്തുപാറ നടന്നത്. അവരൊന്നിനും സമ്മതിക്കത്തില്ല. ബില്ല് അടയ്ക്കുക. അത് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ മുമ്പർ വന്നു. മുമ്പർ അവിടെ വന്നപ്പോൾ പറഞ്ഞ് 1500 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഉടനെ മുമ്പത്തെ കയ്യിൽ നിന്ന് പൈസ ആയിട്ട് 1500 രൂപ അടച്ച് മീറ്ററും കൊണ്ട് മാറ്റി വെച്ച് പിന്നെ ഒരു കുഴപ്പമില്ലാതെ 400, 430 വന്നുകൊണ്ടിരുന്നത്. ആ പൈസ അടച്ചുകൊണ്ടിരുന്നപ്പോൾ ഏപ്രിൽ മാസം തൊട്ട് അടയ്ക്കേണ്ടെന്ന് പറഞ്ഞ് അവർ കട്ട് ചെയ്ത് വെച്ച് അവിടെ പോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടുവന്ന് അടച്ചിട്ട് അവിടെ നിന്ന് അടയ്ക്കത്തില്ല. മൊത്തം അടയ്ക്കാൻ കറണ്ട് തരികയില്ലെന്ന് പറഞ്ഞ് ഉടനെ കട്ടായിപ്പോയി. അപ്പം ഞാൻ 50,000 കറണ്ട് എടുക്കുന്നില്ല, എനിക്ക് ആവശ്യമില്ല. പിന്നെ ഞാൻ എന്നാ മീറ്ററിൻ്റെ കുഴപ്പമെന്ന് അവർക്ക് അറിയാം. അവരെയും പറയുന്നുണ്ട് ഇടി വെട്ടി മണ്ണിൻ്റെ അകത്ത് താന്നു പോയതാന്ന് പറയുന്നത്. കറണ്ട് താന്നു പോയെന്ന് അവരെ പറയുന്നുണ്ട്. പിന്നെ അവർക്കെല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം ഈ കറണ്ടിന്റെ കാര്യം തന്നെയാന്നുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്നില്ല. 7 മണിയാകുമ്പോൾ ഞങ്ങൾ കഥ കൂട്ടി ഉറക്കാകുമ്പോൾ അനക്കയില്ല. വൈദ്യുതി ലഭിച്ച അന്നു മുതൽ മുടക്കം കൂടാതെ ബിൽ അടച്ചു വന്നിരുന്നതാണെന്ന് അന്നമ്മ പറഞ്ഞു. നിലവിൽ വൈദ്യുതി വിച്ഛേദിച്ചതോടെ ഒറ്റമുറി വീട്ടിൽ മണ്ണെണ്ണ വിളക്കിന്റെ സഹായത്താലാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത്. രാത്രി സമയങ്ങളിൽ ഇഴജന്തുക്കളുടെ അടക്കം ശല്യമുണ്ട്. വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയിൽ ശക്തമായ പ്രതിഷേധമുള്ളതായി പൊതുപ്രവർത്തകനായ സജീവ് കുമാർ പറഞ്ഞു. ഈ ഒറ്റപ്പാലയിലെ അന്നമ്മയുടെ ഈ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത് അത് ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർ അവരോട് ചെയ്തൊരു ക്രൂരതയാണ്. ഇത് ശക്തമായ അന്വേഷണവും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയും വേണം. കാരണം അവര് ഒരു പാവപ്പെട്ട സ്ത്രീ മാത്രമല്ല, അവിടെ ഈ ഒരു അസുഖമുള്ള ഒരു കുട്ടി കൂടി അവർക്കുണ്ട്. വളരെ ദരിദ്രരായ കുടുംബമാണ്. ഇതിന് ഈ അധിക ബില്ല് വന്നപ്പോൾ തന്നെ ഇത് ഇലക്ട്രിസിറ്റി ബോർഡിനെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും കൂടെ പോയി പോത്തുപാറയിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ ചെന്ന് വിവരം പറഞ്ഞതാണ്. ആവശ്യമായ ക്രമീകരണം നടത്തണമെന്നും പറഞ്ഞു. ഒരു മുന്നറിയിപ്പ് ഒരു നോട്ടീസ് കൊടുത്ത് അന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഇവരുടെ ഈ കറണ്ട് കണക്ഷൻ കട്ട് ചെയ്യുക. ഒരിക്കലും എനിക്ക് ബോധ്യമായത് ഇവർ ഉപയോഗിച്ച വൈദ്യുതി അല്ല. ഇതിന് നടപടി ഉണ്ടാകണം. പരാതിയുമായി KSEB സെക്ഷൻ ഓഫീസിലെത്തിയപ്പോൾ ധിക്കാരപരമായ സമീപനമാണ് അന്നമ്മയ്ക്കുണ്ടായത്. നിലവിൽ ഭീമമായ തുക അടയ്ക്കാൻ തനിക്ക് നിർവാഹമില്ലെന്നും വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് തനിക്ക് ആശ്വാസകരമായ നടപടി ഉണ്ടാകണമെന്നുമാണ് അന്നമ്മയുടെ ആവശ്യം. അതേസമയം കുടിശ്ശിക വന്നതിനാലാണ് വൈദ്യുതി വിച്ഛേദിച്ചതെന്നും പരാതിയിൽ അന്വേഷണം നടത്തുമെന്നും KSEB അധികൃതർ അറിയിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നീരമംഗലത്ത് പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നു. നിലവിലെ പാലം നിലനിർത്തി 9 മീറ്റർ താഴ്ഭാഗത്തായി 214 മീറ്റർ നീളവും 13 മീറ്റർ വീതിയും 5 സ്പാനുകളുമായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. പാലത്തിനായി വേണ്ടുന്ന തൂണുകളുടെ നിർമ്മാണ ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇടുക്കി, എറണാകുളം ജില്ലകളെ ബന്ധിപ്പിച്ച പെരിയാറിന് കുറുകെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നീരമംഗലം പാലമുള്ളത്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നത്. നിലവിലെ പാലം നിലനിർത്തി പാലത്തിൽ നിന്നും 9 മീറ്റർ താഴ്ഭാഗത്തായി 214 മീറ്റർ നീളവും 13 മീറ്റർ വീതിയും 5 സ്പാനുകളുമായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. പാലത്തിനായി വേണ്ടുന്ന തൂണുകളുടെ നിർമ്മാണ ജോലികൾ ആദ്യഘട്ടത്തിൽ പുരോഗമിക്കുകയാണ്. രാജഭരണകാലത്താണ് നിലവിലുള്ള നീരിമംഗലം പാലം പണി കഴിപ്പിച്ചിട്ടുള്ളത്. 2 വലിയ വാഹനങ്ങൾക്ക് ഒരേ സമയം പാലത്തിലൂടെ കടന്നു പോകാൻ പ്രയാസമാണ്. ഇത് പലപ്പോഴും ഗതാഗതക്കുരുക്കിന് ഇടവരുത്തിയിരുന്നു. പുതിയ പാലം യാഥാർത്ഥ്യമായാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. ചരിത്ര പ്രാധാന്യമുള്ള പഴയ പാലം നിലനിർത്തിയാകും പുതിയ പാലം നിർമ്മിക്കുക. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്നിടത്തു നിന്ന് ഇരുമ്പിന്റെ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ 4 പേർ അടിമാലി പോലീസിന്റെ പിടിയിലായി. പെരുമ്പാവൂർ, തിരുവനന്തപുരം സ്വദേശികളും 2 മറയൂർ സ്വദേശികളുമാണ് പിടിയിലായത്. സാമഗ്രികൾ കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തു.
ദേശീയപാതയിൽ ഇരുമ്പ് പാലത്തിനും മച്ചിപ്ലാവിനും ഇടയിൽ ദേശീയപാതയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്നിടത്തു നിന്ന് ഇരുമ്പിന്റെ നിർമ്മാണ സാമഗ്രികൾ കടത്തുവാൻ ശ്രമം നടത്തുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. സംശയാസ്പദമായ സാഹചര്യത്തിൽ വാഹനം പാതയോരത്ത് ഒതുക്കി നിർത്തി സാമഗ്രികൾ വാഹനത്തിൽ കയറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് മോഷണ വിവരം പുറത്തായത്. സംഭവ സ്ഥലത്തു നിന്നും 2 പേർ ഓടി രക്ഷപ്പെട്ടിരുന്നു. ഇവരെ പിന്നീട് പോലീസ് പിടികൂടി. പെരുമ്പാവൂർ സ്വദേശി അബ്ദുൾ ജലീൽ, തിരുവനന്തപുരം സ്വദേശി ലിജു, മറയൂർ സ്വദേശികളായ സഞ്ജയ്, വിഷ്ണു എന്നിവരെയാണ് അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുമ്പ് സാമഗ്രികൾ കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തു. ഇതിൽ പെരുമ്പാവൂർ സ്വദേശിയായ 1-ാം പ്രതിക്ക് മറയൂരിൽ ആക്രി വിൽപ്പനശാലയുള്ളതായും പോലീസ് പറഞ്ഞു. അയൽവാസി വീട് നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്തതോടെ വീട് അപകടാവസ്ഥയിലായതായി പരാതി. സേനാപതി സ്വദേശി ചൂരക്കുഴിയിൽ മഞ്ജു ജോസഫിന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ഇടപെടൽ നടത്താതെ അധികൃതർ തങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുന്നതായും കുടുംബം പറഞ്ഞു. 4 വർഷങ്ങൾക്ക് മുൻപാണ് മഞ്ജുവിന്റെ അയൽവാസി വീട് നിർമ്മാണത്തോടനുബന്ധിച്ച് ഇവരുടെ വീടിന് സമീപത്തു നിന്ന് മണ്ണ് നീക്കം ചെയ്തത്. സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പിന്നീട് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല. ചുവരുകൾ വിണ്ടുകീറിയും തറ ഇടിഞ്ഞും നിലവിൽ വീട് അപകടാവസ്ഥയിലാണ്. മഴക്കാലത്ത് വെള്ളം ഇറങ്ങി മണ്ണിടിയാൻ സാധ്യത ഏറെയാണ്. വെള്ളം താഴാതിരിക്കാൻ നിലവിൽ പ്ലാസ്റ്റിക് പടുത ഇട്ട് മൂടിയിരിക്കുകയാണിവർ. സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് ഇവർ നവകേരള സദസ്സിലും കളക്ടർക്കും പഞ്ചായത്തിലും പരാതി നൽകിയിരുന്നു. അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും വീട് അപകടാവസ്ഥയിലായതിനാൽ വാടകയ്ക്ക് മാറാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്ന് വീട്ടുടമസ്ഥയായ മഞ്ജു പറയുന്നു. വീടിന് ഇവിടെ താഴത്തെ വീട്ടിലെ ഒരാള് പെര പണിയുന്നതിനായിട്ട് മണ്ണ് വലിച്ചപ്പോൾ ഞങ്ങൾക്കത് കെട്ടിത്തരാന്നുള്ള വ്യവസ്ഥയിൽ അവർ വീട് പണി പൂർത്തീകരിച്ചിട്ട് ഞങ്ങൾക്കത് കെട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ മണ്ണിടിഞ്ഞ് പെര ഇരുന്ന് പോയി. അപ്പോൾ അതുകൊണ്ട് നാളെ ഇന്ന് വരെ ഞങ്ങൾക്ക് ഇതിനുള്ളൊരു നടപടി സ്വീകരിക്കാതെ വന്ന് ഈ കഴിഞ്ഞ മഴയത്ത് ഭയങ്കരമായിട്ട് അപകടം ഉണ്ടാകുന്ന രീതിയിൽ ഇപ്പം വീട് നിൽക്കുകയാണ്. മഴ വരുമ്പോൾ ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും തന്നെയാണ് വീട്ടിൽ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ രാത്രി മഴ പെയ്യുമ്പോൾ കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് പേടിയാണ്. രാത്രി ഞങ്ങൾ വലിയ മഴയാകുമ്പോൾ ഞങ്ങൾ ഈ നടുക്കത്തെ ഹാളിൽ വന്നിരുന്ന് കസേരയിലിരുന്ന് ഞങ്ങൾ നേരം വെളുപ്പിക്കുന്നു. വലിയ മഴ പെയ്യുമ്പോൾ എനിക്കൊരു നിവൃത്തിയില്ല. ഞാൻ കയറി ഇറങ്ങാത്ത സർക്കാർ സ്ഥാപനങ്ങളൊന്നുമില്ല. പഞ്ചായത്തിലും വില്ലേജിൽ നിന്നൊക്കെ ആള് വന്നു. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ മിനിഞ്ഞാന്ന് ഇവിടെ AE വന്ന് അന്വേഷണത്തിന് വന്നിട്ട് പോയി. അവരും ഞങ്ങൾക്ക് ഒരു ആശ്വാസപ്രദമായ ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിൽ എനിക്ക് ഒരു നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് കയറി ഇറങ്ങാൻ എനിക്ക് ഒരു ഇതുമില്ല. ഞാൻ വില്ലേജിൽ പോയി, കളക്ട്രേറ്റിൽ പോയി, പഞ്ചായത്തിൽ, അതുപോലെ എൻ്റെ സ്വന്തം നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും ഞാൻ ഇതിന് ഒരു അന്വേഷണം നടത്തി. ഇതിനൊന്നും എനിക്ക് കിട്ടില്ല. ഇത് എൻ്റെ അമ്മയ്ക്ക് അയ്യവൈ പദ്ധതി കിട്ടിയ വീടാണ്. എൻ്റെ അമ്മയ്ക്ക് 70 വയസ്സുണ്ട്. എൻ്റെ അമ്മ ഹോം നഴ്സിങ്ങിനും കൂടെ പോയാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും ഈ വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ ഞങ്ങളിവിടെ നടത്തുന്നത്. എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം. ഞങ്ങൾക്കും ഈ മഴയത്ത് ഞങ്ങളുടെ ഈ വീടിടിഞ്ഞു പോയി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യല്ലാതെ എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല. എനിക്ക് മഞ്ജുവും അമ്മയും 2 കുട്ടികളുമാണ് ഇവിടെ താമസിക്കുന്നത്. കൂലിവേലയാണ് ഉപജീവന മാർഗം. തുച്ഛമായ വരുമാനം കൊണ്ട് നിത്യചെലവുകൾ തള്ളി നീക്കുന്ന കുടുംബത്തിന് വാടകയ്ക്ക് മാറാനോ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനോ കഴിയുകയില്ല. CPM പ്രാദേശിക നേതാവായ അയൽവാസിയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ മൂലമാണ് അധികൃതർ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ഇടപെടൽ നടത്താത്തതെന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസമുണ്ടായ കാട്ടുപന്നി ആക്രമണത്തിൽ അയ്യപ്പൻകോവിൽ ചേമ്പളം സ്വദേശികളായ 2 പേർക്ക് പരിക്ക്. കുമ്മണ്ണൂർ സണ്ണി, മണി വേലായുധൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരും കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അയ്യപ്പൻകോവിൽ ചേമ്പളം സ്വദേശി കുമ്മണ്ണൂർ സണ്ണി കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത്. മറ്റൊരു കൃഷിസ്ഥലത്തു നിന്നും കുതിച്ചെത്തിയ കാട്ടുപന്നി സണ്ണിയെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സണ്ണിയുടെ കൈയിലും തുടയിലും പരിക്കേറ്റു. ആക്രമണത്തെ തുടർന്ന് ബോധം നഷ്ടപ്പെട്ട തന്നെ കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്ന് സണ്ണി പറയുന്നു. പണി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ കുനിഞ്ഞു നിന്ന് പണിതുകൊണ്ടിരുന്നത് പെട്ടെന്ന് വേലിക്കകത്തുനിന്ന് കടന്നു വന്നു. വേലിയുടെ സൈഡിലാണ് ഞാൻ പണിതുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒന്ന് ഇടിച്ചിട്ടു, കടിച്ചു. എനിക്ക് പിന്നെ ഒന്നും അറിയത്തില്ലായിരുന്നു സംഗതി. കൈ ഞങ്ങനെ തട്ടിയതാണ്. ഈ കൈക്കും കടിച്ചു, തുടയ്ക്കും ഇത്. പിന്നെ എനിക്ക് ബോധമില്ല. പിന്നെ അടുത്തുള്ള കാറിയ ഒച്ച കേട്ടേണ്ട ആൾക്കാരെല്ലാം, അടുത്തുള്ള വർബക്കാരെല്ലാം ഓടി വന്നു. തൊട്ടടുത്ത കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന
ഇലമ്പലക്കാട്ട് മണിക്കും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. കയ്യാലയിൽ നിന്നും കാട്ടുപന്നി മണിയെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ മുഖത്ത് പരിക്കേൽക്കുകയും പല്ലുകൾ ഒടിയുകയും ചെയ്തതായി മണി പറഞ്ഞു. ചാണകം ഇടാനായിട്ട് ചപ്പ് മാറ്റിക്കൊണ്ട് പന്നി വന്നു. അടുത്ത് വന്ന് കണ്ടേ, ഇങ്ങനെ നൂർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ തട്ടി. ഞാൻ തലയുമ്പത്തി താഴെ പോയി. എന്നിട്ട് അവിടെ ചെറിയ കയ്യാലും താഴെ പോയി. അല്ലെങ്കിൽ പന്നി ശരിയാക്കി പരിക്കിവിടെ മൂക്കിൻ്റെ ഇവിടെ മൂക്കിൽ കൂടെ ഒക്കെ ചോര വന്നു. പിന്നെ 2-3 പല്ല് പോയി. ആ കുറ്റിപ്പല്ല എടുക്കത്തില്ല ഇപ്പം. വേദനയായതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എല്ലാം വേദനയെല്ലാം പോയി കഴിഞ്ഞു. പരിക്കേറ്റ ഇരുവരും കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അയ്യപ്പൻകോവിൽ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നതായി പരാതി. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് ഓരോ ദിവസവും കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത്. എത്രയും വേഗം സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരത്തിനൊരുങ്ങുകയാണ് ഒരുപറ്റം കർഷകർ. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വർഷങ്ങളായി കാട്ടുപന്നിയുടെ ആക്രമണം രൂക്ഷമാണ്. എന്നാൽ സർക്കാരോ വനംവകുപ്പോ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കൃഷിയെ ആശ്രയിച്ചു കഴിയുന്ന സാധാരണക്കാരായ കർഷകരാണ് പഞ്ചായത്തിൽ ഭൂരിഭാഗവും. ഈ സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സമിതിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഇതിന് പ്രമേയമാക്കി സർക്കാർ കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ടും നാട് ഇതുവരെ കർഷകരെ കൃഷി സംരക്ഷിക്കാനോ ജീവൻ സംരക്ഷിക്കാനോ ഒരു നടപടിയും സർക്കാർ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ 3-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖാന്തരം ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടും കർഷകർ നേരിടുന്ന ഇന്നത്തെ പ്രധാന പ്രതിസന്ധിയെക്കുറിച്ച് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. ആ പ്രകാരം വിവിധ ഓഫീസുകളിലേക്ക് ഇതിൻ്റെ പുനർ നടപടിക്കായി റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതെന്നും പറഞ്ഞ് ഇന്നലെയാണ് എനിക്ക് വിവരം കിട്ടിയിട്ടുള്ളത്. എത്രയും വേഗം കർഷകരുടെ കൃഷി സംരക്ഷിക്കുന്നതിനും ജീവൻ സംരക്ഷിക്കുന്നതിനും കേരള സർക്കാർ നടപടി ഉണ്ടാകുകയും കർഷകർക്ക് അടിയന്തരമായ ഒരു സഹായം ഈ ആക്രമണം മൂലം ഉണ്ടാകുന്നവർക്ക് ചെയ്തു കൊടുക്കുന്നതാണോ ആവശ്യപ്പെടുകയാണ് ഞാൻ. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം ഇവയെ എളുപ്പത്തിൽ നശിപ്പിക്കുവാൻ വേണ്ട മാർഗങ്ങൾ സർക്കാർ തലത്തിൽ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മേഖലയിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. ലൈസൻസ് ഉള്ള തോക്കുപയോഗിച്ച് കാട്ടുപന്നിയെ കൊല്ലാമെങ്കിലും ഇത് പ്രായോഗികതയിലെത്തിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഹൈറേഞ്ച് NSS യൂണിയന്റെ നേതൃത്വത്തിൽ ജൂൺ 8 കരിദിനമായി ആചരിച്ചു. കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരത്ത് നടന്ന പ്രതിഷേധ യോഗം ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. 2022 ജൂൺ 8-ാം തീയതി രാത്രി 10 മണിക്ക് ശേഷം NSS ജനറൽ സെക്രട്ടറി നിയോഗിച്ച ഒരു സംഘം ആളുകൾ നെടുങ്കണ്ടത്തുള്ള ഹൈറേഞ്ച് NSS യൂണിയൻ ഭരണസമിതിയുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറുകയും പ്രധാനപ്പെട്ട പല രേഖകളും അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇത് ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനത്തിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് കരിദിനാചരണം നടത്തിയത്. OS പ്രഭാകരൻ നായർ മന്നത്ത് ആചാര്യന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് മുൻപിൽ ഭദ്രദീപം കൊളുത്തി പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. വനിതാ യൂണിയൻ ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഉപവാസ പ്രാർത്ഥനയും പ്രതിഷേധ കൂട്ടായ്മയും നടത്തി. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ വിഭാവനം ചെയ്ത ഭരണഘടനാപരമായ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് NSS ജനറൽ സെക്രട്ടറി നടത്തുന്ന ഏകാധിപത്യ ഭരണം സംഘടനയെയും സമുദായത്തെയും നാശത്തിലേക്കാണ് നയിക്കുന്നതെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ പറഞ്ഞു. നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന ആവശ്യം വൈസ് പ്രസിഡന്റ് എത്ര ലളിതമായ ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് നടത്തണം. കാരണം ഈ സംഘടനാ സംവിധാനത്തിന് വേണ്ടി സമയം ചെലവാക്കുന്ന പണം ചെലവാക്കുന്ന സമുദായ അംഗങ്ങൾക്ക് ആരവരെ നയിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം. ഓരോ ദിവസവും നമ്മൾ ഈ സംഘടനയെപ്പറ്റി പഠിക്കുമ്പോൾ മന്നത്താചാര്യൻ എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് എന്നുള്ള ബോധ്യം. സാധാരണ എല്ലാവരും സംഘടന ഉണ്ടാക്കുമ്പോൾ ഒരു സംഘടന ഉണ്ടാക്കും, പിന്നെ അതിൻ്റെ കീഴ്ഘടകങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ ജില്ലാ കമ്മിറ്റി, അതിൻ്റെ താലൂക്ക് കമ്മിറ്റി, അതിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി. മന്നത്താചാര്യന് നല്ല ബോധ്യമുണ്ടായിരുന്നു, ഇതെല്ലാം കൂടി കൊണ്ട് ഒറ്റ നുഖത്തിൽ കെട്ടിയാൽ ആ കസേരയിൽ യോഗ്യതയില്ലാത്തവൻ വന്നിരുന്നാൽ ഈ സംഘടനാ സംവിധാനം മുഴുവൻ നിശ്ചലമാകും. അങ്ങനെ ഒരിക്കലും ഈ സംഘടനാ സംവിധാനം നിശ്ചലമാകരുത് എന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് മന്നത്താചാര്യൻ കരയോഗങ്ങളെ പ്രത്യേകം ഉണ്ടാക്കി. ഓരോ കരയോഗത്തിനും സ്വതന്ത്രമായ ഭരണാവകാശമുണ്ട്. അത് സ്വതന്ത്ര സംഘടനയാണ്. ഓരോ കരയോഗങ്ങളും ആർക്കും അതിനെ മൂക്ക് കയ്യിലിടാൻ യാതൊരു അധികാരവുമില്ല. ഓരോ താലൂക്ക് യൂണിയനുകളും സ്വതന്ത്ര സംഘടനകളാണ്. അതിന് മൂക്ക് കയ്യിലിടുവാൻ ആർക്കും അധികാരമില്ല, ആർക്കും സാധ്യവുമല്ല. NSSന്റെ ജനറൽ സെക്രട്ടറിയെ പ്രതിയാക്കി നമ്മളൊരു കേസ് കൊടുത്തപ്പം
ആ കേസിൽ NSS രജിസ്ട്രാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നു, ഈ കേസിൽ NSSന്റെ ജനറൽ സെക്രട്ടറിയെ പ്രതിയാക്കിയത് തെറ്റാണ്. കാരണം NSSന്റെ ജനറൽ സെക്രട്ടറിക്ക് കരയോഗങ്ങളിലോ താലൂക്ക് യൂണിയനിലോ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ല. അദ്ദേഹത്തിന് അങ്ങനെയുള്ള യാതൊരു അധികാരങ്ങളും ഇല്ല. അത് കേസിന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല, അതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് മന്നത്താചാര്യൻ ഈ സംഘടനയെ ഉണ്ടാക്കിയത്. 2 വർഷമായി ഹൈറേഞ്ച് താലൂക്ക് യൂണിയന്റെയും കരയോഗങ്ങളുടെയും തെരഞ്ഞെടുപ്പുകൾ നടത്താതെ നീട്ടിക്കൊണ്ടുപോയി യൂണിയനെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഗൂഢശ്രമമാണ് NSS ജനറൽ സെക്രട്ടറിയുടേതെന്നും ആരോപണമുണ്ട്. ഇതിനെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. യൂണിയൻ വൈസ് പ്രസിഡന്റ് AK സുനിൽകുമാർ, സെക്രട്ടറി രവീന്ദ്രൻ AJ, ഭരണസമിതി അംഗങ്ങളായ G ശിവശങ്കരൻ നായർ, KG വാസുദേവൻ നായർ, G ഗോപാലകൃഷ്ണൻ നായർ, PG രവീന്ദ്രനാഥ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടിയിൽ വഴിയാത്രക്കാർക്ക് അപകട ഭീഷണിയായി ഉപയോഗശൂന്യമായ വൈദ്യുതി പോസ്റ്റ്. മാട്ടുക്കട്ട യൂണിയൻ ബാങ്കിന് മുന്നിലാണ് അപകടകരമായ രീതിയിൽ ഉപയോഗശൂന്യമായ വൈദ്യുതി പോസ്റ്റ് നിൽക്കുന്നത്. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ടൗണിന് സമീപമാണ് വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണി ഉയർത്തി വൈദ്യുതി പോസ്റ്റ് നിൽക്കുന്നത്. യൂണിയൻ ബാങ്കിന് മുന്നിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈന് സമീപമായിട്ടാണ് ഉപയോഗശൂന്യമായ വൈദ്യുതി പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മുഴുവൻ പോസ്റ്റുകളും കരാറുകാർ മാറ്റിസ്ഥാപിച്ചത്. എന്നാൽ യൂണിയൻ ബാങ്കിന് മുന്നിൽ നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റിസ്ഥാപിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല. ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി മാട്ടുക്കട്ട സിറ്റിയിലും പരിസരങ്ങളിലുള്ള പോസ്റ്റുകൾ മുഴുവൻ പറിച്ചു മാറ്റുകയുണ്ടായി. എന്നാൽ മാട്ടുക്കട്ട യൂണിയൻ ബാങ്കിന്റെ ഫ്രണ്ടിലെ ഇലക്ട്രിക് പോസ്റ്റ് ഇരുമ്പ് പോസ്റ്റാണ്. അത് ഇപ്പോൾ പുതുതായി ലൈൻ വലിച്ചിരിക്കുന്ന ലൈനിന് ഇടയ്ക്കാണ് നിൽക്കുന്നത്. ആ കമ്പി മുട്ടി ആണ് നിൽക്കുന്നത്. അത് അടിയന്തരമായിട്ട് അത് പറിച്ചു മാറ്റിയില്ല എങ്കിൽ മഴ വരുന്ന സമയത്ത് ആരെങ്കിലും അതിൽ ചെന്ന് പിടിച്ചാൽ ഷോക്കേറ്റ് മരണം തന്നെ സംഭവിക്കുന്നൊരവസ്ഥയാണ്. എത്രയും വേഗം അധികാരികൾ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പോസ്റ്റ് ഇവിടുന്ന് പറിച്ചു മാറ്റി. അപകട ഭീഷണി ഉയർത്തുന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാത്ത കരാറുകാർക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്. എത്രയും വേഗം ഉപയോഗശൂന്യമായ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിന്റെ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം നെടുങ്കണ്ടം ചേമ്പളത്ത് നിർധനരായ കുടുംബത്തിന് വെച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടന്നു. ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ താക്കോൽ ദാനം നിർവഹിച്ചു. ചടങ്ങിൽ അസോസിയേറ്റ് ഡയറക്ടർമാരായ ബ്രദർ തോമസ്, ബ്രദർ സുബി, ജനറൽ മാനേജർ ജേക്കബ് കോര, നഴ്സിംഗ് ഡയറക്ടർ സിസ്റ്റർ ഡോക്ടർ അൽഫോൻസ, മറ്റ് സ്റ്റാഫ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. 2023-24 വർഷം ആശുപത്രി വെച്ച് നൽകുന്ന 8ാമത്തെ വീടാണിത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കോട്ടയം കെക് ബൈക്കേഴ്സ്, പെരിയാർ ടൈഗർ റിസർവ്, പെരിയാർ ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലി കുമളിയിൽ സമാപിച്ചു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും രാവിലെ 6 മണിക്ക് തുടങ്ങിയ റാലി വൈകുന്നേരം 4 മണിയോടെ തേക്കടിയിൽ എത്തി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായ ബോധവൽക്കരണ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. ഇതോടനുബന്ധിച്ചാണ് കോട്ടയം കെക് ബൈക്കേഴ്സ്, പെരിയാർ ടൈഗർ റിസർവ്, പെരിയാർ ഫൗണ്ടേഷൻ എന്നിവർ സംയുക്തമായി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ ജനങ്ങളെ അറിയിക്കുന്നതിനായി ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കുമളി വരെ 100 കിലോമീറ്റർ റാലിയാണ് നടന്നത്. കുട്ടിക്കാനം, പീരുമേട്, പാമ്പനാർ, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ ബോധവൽക്കരണവും സംഘടിപ്പിച്ചിരുന്നു. പരിസ്ഥിതി സംരക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരമൊരു ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചതെന്ന് കെക് ബൈക്കേഴ്സ് പ്രസിഡന്റ് കിരൺ സി കുര്യൻ പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണം ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഈ റാലിയുടെ ഉദ്ദേശം. ലോക സൈക്ലിംഗ് ദിനത്തോടും ലോക പരിസ്ഥിതി ദിനത്തോടും അനുബന്ധിച്ച് കോട്ടയം കെക് ബൈക്കേഴ്സും പെരിയാർ ടൈഗർ റിസർവും പെരിയാർ ഫൗണ്ടേഷനും ബന്ധപ്പെട്ട് നടത്തുന്ന സൈക്കിൾ റാലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുമളിയിൽ എത്തിയ ഇവർക്ക് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വിപുലമായ സ്വീകരണവും ഒരുക്കിയിരുന്നു. ക്രിസ്തീയ ദർശനം വാർത്താപത്രവും GMI കട്ടപ്പനയും സംയുക്തമായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിൽ 500 വിദ്യാർത്ഥികൾക്കാണ് ക്രിസ്തീയ ദർശനം വാർത്താപത്രവും GMI കട്ടപ്പനയും സംയുക്തമായി കരുതലിൻ കരം 2024 എന്ന പേരിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ബാഗ്, കുട, നോട്ട്ബുക്ക്, പേന, പെൻസിൽ എന്നിവയടങ്ങിയ കിറ്റുകൾ നൽകുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 10ാം ക്ലാസ് വരെയല്ല, ഇന്ന് 12ാം ക്ലാസ് വരെ കുട്ടികൾക്ക് തുടർച്ചയായി പഠിക്കാം, ഒരു തടസ്സവുമില്ല. അടിസ്ഥാനപരമായി ഗവൺമെന്റ് സ്കൂളുകൾ ഒരു കാലത്ത് സാറൊക്കെ പഠിക്കുന്ന കാലത്ത് ഓടിട്ടത് ചിലതൊക്കെ ഓലമേഞ്ഞ കെട്ടിടം, ഷീറ്റിട്ട കെട്ടിടം, തറ മെഴുകിയ മുറികൾ, ഇന്നതെല്ലാം മാറി നല്ല സേഫ്റ്റിയുള്ള അടിസ്ഥാന ഭൗതിക സൗകര്യമുള്ള കെട്ടിടങ്ങൾ, വിദ്യാലയങ്ങൾ ഗവൺമെന്റ് കാണാൻ കഴിയും. നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ
മികച്ചരായി പഠിക്കാനുള്ള അവസര സമത്വം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കിയിരിക്കുന്നു. ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോയാൽ ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി കിട്ടിപ്പോകുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ഈ രംഗത്തെല്ലാം ആ ഒരു നേട്ടം കൈവരിക്കണമെങ്കിൽ താഴേത്തടത്തിൽപ്പെട്ട കുട്ടികളെ നല്ലവണ്ണം പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഭൗതിക സാഹചര്യവും സൗകര്യവും ഉണ്ടാകും. ക്രിസ്തീയ ദർശനം വാർത്താപത്രം എഡിറ്റർ സജി ജോൺ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് സെക്രട്ടറി കെ പി ഹസൻ, CPM ഏരിയ സെക്രട്ടറി VR സുജി, നഗരസഭാ കൗൺസിലർമാരായ പ്രശാന്ത് രാജു, ബീന സിബി, അഡ്വക്കേറ്റ് മോബിൻ മാത്യു, പാസ്റ്റർ സുരേഷ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. മാട്ടുകെട്ട, കട്ടപ്പന, അടിമാലി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. അയ്യപ്പൻകോവിൽ ബ്രദറൻ ചർച്ചിന്റെയും ക്രിസ്തീയ ദർശനം വാർത്താപത്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാട്ടുകെട്ട ബ്രദറൻ ചർച്ചിന്റെയും ക്രിസ്തീയ ദർശനം വാർത്താപത്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. കരുതലിൻ കരം 2024 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇടത്തരക്കാരായ കർഷകരും അതുപോലെ തന്നെ കർഷക തൊഴിലാളികളും ഉൾക്കൊള്ളുന്ന ഈ പഞ്ചായത്തിൽ ഇങ്ങനെയൊരു പദ്ധതിയിലൂടെ കുഞ്ഞുങ്ങൾക്ക് കൈത്താങ്ങാവുമ്പോൾ അത് ഏറെ അഭിനന്ദനീയമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ബ്രദറൻ ചർച്ച് ഇവർ നൽകുന്ന ഈ കൈത്താങ്ങ് സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ നല്ല മക്കളായിട്ട് വളർന്നു വരുവാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടുക്കി ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായി 500ഓളം വിദ്യാർത്ഥികൾക്കാണ് ക്രിസ്തീയ ദർശനം പത്രമാധ്യമത്തിന്റെ കരുതലിൽ പഠനോപകരണങ്ങൾ നൽകുന്നത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ നിർധനരായ 40ഓളം വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ക്രിസ്തീയ ദർശനം പത്രമാധ്യമം ചീഫ് എഡിറ്റർ സജി ജോൺ അധ്യക്ഷനായിരുന്നു. റിജി ഇട്ടിമൂട്ടിൽ, സുവിശേഷകനായ TC വർഗീസ്, വിനോസൻ ജേക്കബ്, TA തോമസ്, ജെയിംസ് കൊടുംതറ എന്നിവർ സംസാരിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കായുള്ള പ്രഷർ, ഷുഗർ പരിശോധന ഉപകരണങ്ങളുടെ വിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 8-11 വാർഡുകളിലെ വയോജനങ്ങൾക്ക് പ്രഷർ, ഷുഗർ എന്നിവ പരിശോധിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. വയോജനങ്ങളുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികളാണ് പഞ്ചായത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. നരിയമ്പാറ ആരോഗ്യ ഉപകേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കുട്ടൻ അധ്യക്ഷയായിരുന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ തന്നെ ഒരു പഞ്ചായത്തിൽ നമ്മുടെ തൊട്ടടുത്ത ഒരു പഞ്ചായത്തിന്റെ ഒരു സ്കൂളിലെ ക്ലിനിക്കിൽ കുട്ടികൾ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ രക്തം പരിശോധിച്ചപ്പോൾ അളവിൽ കൂടുതൽ പഞ്ചസാരയുടെ അളവാണ് കണ്ടുപിടിച്ചത്. അപ്പം നമുക്ക് ചെറിയ കുട്ടികൾ മുതൽ രോഗം നിയന്ത്രിച്ചു പോകേണ്ട കാലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് നമ്മുടെ ജീവിതശൈലി കൊണ്ടാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ സമയക്രമമില്ലാതെ കഴിക്കുന്നത്, അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്നോ വഴിയിൽ നിന്നോ മേടിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ തകർത്തുകൊണ്ടാണ് നമ്മുടെ വരുന്ന തലമുറ വരെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഈ വയോജനങ്ങൾക്ക് പ്രയോജനപ്രദമാകണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി നല്ലപോലെ ചർച്ച ചെയ്തതിന് ശേഷമാണ് നമ്മൾ അപേക്ഷ വെച്ച ആളുകളിൽ നിന്നും നമുക്ക് ഏതെങ്കിലും മെഡിക്കൽ ലാബിൽ നിന്ന് പരിശോധിച്ച റിസൾട്ട് നമുക്കിവിടെ വേണം. കാരണം ഹെൽത്ത് ജീവനക്കാർ വയോജനങ്ങൾക്ക് ഇതിന്റെ ഉപയോഗത്തെക്കുറിച്ച് ക്ലാസുകൾ നയിച്ചു. ഇംപ്ലിമെന്റിംഗ് ഓഫീസർ, ICDS സൂപ്പർവൈസർ, ആശാ വർക്കർമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. 84ഓളം ഗുണഭോക്താക്കൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കട്ടപ്പന ഓക്സിലിയം സ്കൂളിൽ പൊതുയോഗവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ സാലി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. 2023-24 വർഷത്തിൽ IFC ഹയർ സെക്കൻഡറി +2 ടോപ്പേഴ്സിനെയും ICSE 10ാം ക്ലാസ്സിലെ ടോപ്പേഴ്സിനെയും മൊമെന്റോ നൽകി അനുമോദിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് PJ സേവ്യർ മുഖ്യപ്രഭാഷണം നടത്തി. വീണ്ടും മുൻപോട്ട് എന്ന രീതിയിലെ പ്രവർത്തനം അതിൻ്റെ മികച്ച രീതിയിലേക്ക് എത്തി. ഏറ്റവും നല്ല ഒരു കാലയളവിൽ പ്രവർത്തിച്ചു വരികയാണ്. 4 നൂറ്റാണ്ടിന് മുകളിലുള്ള കാലം എന്ന് പറയുന്നത് ഒരു സ്കൂളിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാലയളവാണ്. ഈ കാലയളവിൽ നമ്മുടെ സ്കൂളിൽ നിന്നും പഠനം കഴിഞ്ഞു പോയ കുട്ടികൾ പലരും
മികച്ച നേട്ടങ്ങളിലേക്ക് എത്തുവാൻ അവരെ സഹായിക്കുന്നതിന്, അവരെ പ്രാപ്തരാക്കുന്നതിന് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും അധ്യാപകരും അനധ്യാപകരും മാതാപിതാക്കളും ഒത്തുചേർന്ന ആ ഒരു യൂണിറ്റി, ഒരു ഒരുമ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായി സാധിക്കും. കാലഘട്ടത്തിനനുസരിച്ച് മാതാപിതാക്കളും കുട്ടികളും മാറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പാലാ സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ എസ് ബാബു ശങ്കർ ക്ലാസ് നയിച്ചു. തുടർന്ന് പുതുതായി ചാർജെടുത്ത പ്രിൻസിപ്പൽ സിസ്റ്റർ ലിൻസി ജോർജ് 2024-25 പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കർഷകർക്കായി സെമിനാർ സംഘടിപ്പിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ നിരവധി കർഷകർ പങ്കെടുത്തു. രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ഏലം കർഷകർക്കായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കാർഷിക സെമിനാറിന് പ്രസിഡന്റ് ബോസ് പി മാത്യു നേതൃത്വം നൽകി. രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് എൻ്റെ കഴിഞ്ഞ വർഷത്തെ പൊതുയോഗത്തിൽ കൃഷിക്കാരുടെ അവയർനെസ്സിന് വേണ്ടി കാർഷിക സെമിനാർ സംഘടിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ വർഷത്തെ കാലാവസ്ഥ വ്യതിയാനം, വല്ലാത്ത ഉണക്ക് ഏലം മേഖലയിൽ ബാധിച്ചതുകൊണ്ട് ഞങ്ങളുടെ സഹകാരികളിൽ ബഹുഭൂരിപക്ഷം പേരും ഏലകൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നതുകൊണ്ട് അവരിൽ ഏലകൃഷിയെക്കുറിച്ച് ഒരു ക്ലാസ് നടത്തണം എന്ന് ഞങ്ങളുടെ ഭരണസമിതി തീരുമാനിക്കുകയും ഏലകൃഷിയെക്കുറിച്ചുള്ള ബോധ്യം, അതിൻ്റെ വളപ്രയോഗം, അത് ശാസ്ത്രീയമായി എങ്ങനെ കൃഷി ചെയ്യാം എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി ആണ് രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് ഇങ്ങനെ ഒരു ക്ലാസ് നടത്തുവാൻ തീരുമാനിച്ചത്. ഏലം കൃഷിയിലെ വളപ്രയോഗവും കീടനിയന്ത്രണവും, മാറുന്ന സാഹചര്യങ്ങളിൽ ഏലം കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലാണ് സെമിനാറുകൾ നടന്നത്. കാർഷിക വിദഗ്ധരായ ജിതിൻ ചോച്ചി, ടോണി തോമസ് എന്നിവർ സെമിനാർ നയിച്ചു. മണ്ണിന്റെ pH കറക്റ്റ് ആവും. ഈ മണ്ണിന്റെ pH കറക്റ്റ് ആകുമ്പോൾ എന്താ ഗുണം? മണ്ണിന്റെ pH 6-നും 7-നും ഇടയിലുള്ള ഒരു സ്റ്റേജ് നോക്കി. 6-നും 7-നും ഇടയിലാണ് ഞാനിവിടെ മഞ്ഞ കോളത്തിനാണ് ഇട്ടേക്കുന്നത്. കണ്ടോ? നോക്കിയാൽ മനസ്സിലാവും. മണ്ണിന്റെ pH 6-നും 7-നും ഇടയിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോഷക നിരവധി കർഷകർ സെമിനാറിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് നാടൻ കുടംപുളി ഉൽപാദനം കുറഞ്ഞതോടെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ വില ഉയർന്നു. വേനലും ഉഷ്ണതരംഗവും മൂലം പുളിയുടെ ഉൽപാദനം കുത്തനെ ഇടിയുകയായിരുന്നു. മുൻ വർഷങ്ങളിൽ 100 രൂപ ലഭിച്ചിരുന്ന നാടൻ കുടംപുളി ഇത്തവണ 150 മുതൽ 160 രൂപയ്ക്കാണ് വ്യാപാരികൾ ശേഖരിക്കുന്നത്. നാടൻ കുടംപുളിക്ക് വിപണിയിൽ വില ഉയർന്നു. മുൻ വർഷങ്ങളിൽ 100 രൂപ ലഭിച്ചിരുന്ന നാടൻ കുടംപുളി ഇത്തവണ 150 മുതൽ 160 രൂപയ്ക്കാണ് വ്യാപാരികൾ ശേഖരിക്കുന്നത്. നാടൻ പുളിക്ക് വില കൂടിയതോടെ കുടകിൽ നിന്നുള്ള വരവ് പുളി വിപണിയിൽ സജീവമായി ലഭിക്കുന്നുണ്ട്. 100 മുതൽ 110 രൂപയ്ക്ക് വരെ ചില്ലറ വിൽക്കാനാകുമെന്നത് വ്യാപാരികളെയും ഉപഭോക്താക്കളെയും വരവ് പുളി വാങ്ങാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പുറത്തുനിന്ന് കുറഞ്ഞ വിലയ്ക്ക് പുളി എത്തുന്നുണ്ടെങ്കിലും ഹൈറേഞ്ചിൽ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ പുളിക്ക് ആവശ്യക്കാർ ഏറെയാണ്. കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യാപാരികളാണ് നാടൻ പുളി ശേഖരിക്കുന്നത്. ഗുണമേന്മയേറിയ നാടൻ പുളിയിൽ നിന്ന് സത്തെടുക്കാമെന്നതാണ് ഇതിന്റെ വിപണി മൂല്യം വർദ്ധിപ്പിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. 5 വർഷം മുമ്പ് പുളിയുടെ വില റെക്കോർഡ് ഭേദിച്ചിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനം ഇടിഞ്ഞതോടെ അന്ന് കിലോയ്ക്ക് 220 രൂപ വരെ കർഷകർക്ക് ലഭിച്ചിരുന്നു. ഉൽപാദനം സാധാരണ നിലയിലായതോടെ പിന്നീട് വില താഴ്ന്നു. ഹൈറേഞ്ചിലെ കർഷകർ ഇടവിള എന്ന നിലയിലാണ് പുളിമരങ്ങൾ സംരക്ഷിക്കുന്നത്. വ്യാപകമായ കൃഷി ജില്ലയിൽ എവിടെയുമില്ല. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 87, വിൽപ്പനയ്ക്ക് വന്നത് 18,544, വിൽപ്പന നടന്നത് 18,544.
കൂടിയ വില 3098, ശരാശരി വില 2534. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ, ഏലം കൂടിയ വില 2400, ഏലം ശരാശരി വില 2000. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പു 975, കൊക്കോ 145, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി സ്വർണം ഗ്രാമിന് 6570 രൂപ, വെള്ളി 91. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇരട്ടയാർ ഉപ്പുകണ്ടത്ത് ശവസംസ്കാര ചടങ്ങിനെത്തിയവർക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട വാഹനം പാഞ്ഞുകയറി ഒരാൾ മരിച്ചു. മരിച്ചത് ഉപ്പുകണ്ടം സ്വദേശി നെല്ലംപുഴയിൽ സ്കറിയ. നെടുങ്കണ്ടം തിങ്കൾക്കാട്ടിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. വാഗമൺ വട്ടപ്പതാലിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന വയോധികയ്ക്ക് 1.5 ലക്ഷം രൂപയുടെ വൈദ്യുതി ബിൽ. ഭീമമായ തുക ലഭിച്ചതിൽ വൈദ്യുതി വകുപ്പ് പീരുമേട് സെക്ഷനിൽ വിശദീകരണമടക്കം പരാതി നൽകിയെങ്കിലും നടപടിയില്ല. ഇതിനിടെ 15 ദിവസങ്ങൾക്ക് മുൻപ് വയോധികയുടെ വീടിന്റെ വൈദ്യുതിയും വിച്ഛേദിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗലത്ത് പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നു. പുതിയ പാലം നിർമ്മിക്കുന്നത് നിലവിലെ പാലം നിലനിർത്തി 9 മീറ്റർ താഴ്ഭാഗത്തായി 214 മീറ്റർ നീളവും 13 മീറ്റർ വീതിയും 5 സ്പാനുകളുമായി. പാലത്തിനായി വേണ്ടുന്ന തൂണുകളുടെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നു. അയൽവാസി വീട് നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്തതോടെ വീട് അപകടാവസ്ഥയിലായതായി പരാതി. അപകടാവസ്ഥയിലായത് സേനാപതി സ്വദേശി ചൂരക്കുഴിയിൽ മഞ്ജു ജോസഫിന്റെ വീട്. സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ഇടപെടൽ നടത്താതെ അധികൃതർ തങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുന്നതായും കുടുംബം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.